വാപ്പി തന്നു, ഗിഫ്റ്റ് തന്നു. എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് പ്ലസ് ചെറിയൊരു പ്രാങ്കിൻ്റെ കഥയാണ് പറയുന്നത്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 12-നായിരുന്നു. അപ്പം എല്ലാ ഇയറിലും എനിക്ക് മുടങ്ങാതെ ഗിഫ്റ്റ് തരും. അപ്പോൾ ഈ ഇയറിൽ ഞാൻ അത് പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ തൊട്ടടുത്ത ദിവസം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുതന്നു. സംഭവം ഞാൻ ആക്ച്വലി സർപ്രൈസ് ആയി. ബാക്കി എല്ലാ സർപ്രൈസുകളും ഞാൻ എല്ലാ ഇയറിലും എനിക്കിങ്ങനെ അറിയാം എന്തെങ്കിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ ഇതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. കാരണം നമ്മൾ ആ ദിവസം കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം, തൊട്ടടുത്ത ദിവസം ആകുമ്പോൾ നമ്മളെല്ലാം മറന്നിരിക്കുന്ന ടൈമല്ലേ. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയത്തി പറഞ്ഞത്, നിന്നെ പ്രാങ്ക് ചെയ്താണ്, ഇത് നിനക്ക് കൊണ്ടുവന്നല്ല എൻ്റെ കൊറിയറാണ്. ആക്ച്വലി ഞാൻ അത് വിശ്വസിച്ച്, കാരണം വേറൊന്നുമല്ല, അവളുടെ കൊറിയറൊക്കെ എൻ്റെ പേരിലാണ് വരുന്നത്. അങ്ങനെ ഞാൻ അവളുടെ കൊറിയർ എന്നും പറഞ്ഞ് ചുമ്മാ ഞാൻ ഞാൻ അഭിനയിക്കാടി, നീ എനിക്ക് വീഡിയോ എടുത്ത് തരുമോ എന്നും പറഞ്ഞ് ഞാൻ എടുക്കായിരുന്നു. സംഭവം ഇത് പൊളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അവളുടെ കൊറിയർ അല്ല, അവൾ എന്നെ പ്രാങ്ക് ചെയ്താണ്, എനിക്ക് തന്നെ ഇക്ക കൊണ്ടുതന്ന ഗിഫ്റ്റാണ്. രണ്ടാമത്തെ വട്ടമാണ് ഇതുപോലെ സർപ്രൈസ് ആവുന്നത്. ആദ്യം എൻ്റെ ഇക്ക ഗൾഫിൽ നിന്ന് വന്ന ടൈമിലായിരുന്നു, എൻ്റെ അടുത്ത് പറയാതെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ടൈമിലായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ സർപ്രൈസ് വന്നത്. ഇത് ഇന്നലെ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തേനെ, പക്ഷേ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിലായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ അതായിരിക്കും, ഒരു ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മോക്ക് വേണ്ടിയിട്ടുള്ള ഈ സംഭവമാണ്. സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് സംഭവം എനിക്ക് ഇനി ഇത് വാങ്ങിത്തന്നതിലല്ല, നമ്മളെ മറക്കാതെ നമുക്ക് എല്ലാ വർഷവും ഗിഫ്റ്റ് തരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്.